അരുവിക്കര മണ്ഡലത്തിലെ വികസനം തൊട്ടെറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ. പ്രചാരണത്തിനിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രതികരണം ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിക്കരയുടെ LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ നമ്മളോട് ചേരുന്നുണ്ട്. ഏകദേശം ഒരു 30 വർഷത്തെ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ തവണ താങ്കൾ LDF അവിടെ അധികാരത്തിലെത്തുന്നു. എങ്ങനെയുണ്ട്? ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുകയാണ്. ഒരു പ്രതീക്ഷ എങ്ങനെയുണ്ട്? ജനങ്ങളൊപ്പം നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? പൂർണ്ണമായും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. അങ്ങനെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കത്തക്ക നിലയിൽ, ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക നിലയിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ അരുവിക്കര മണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അത് തൊട്ടറിഞ്ഞ ജനങ്ങൾ LDFനോടൊപ്പം നിൽക്കും. ശക്തമായൊരു മത്സര മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ മത്സരം ശക്തമാണോ അല്ലേ എന്ന് ഒരല്പം കൂടെ കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നോമിനേഷൻസ് കഴിയുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലിറങ്ങി അവരുടെ പ്രവർത്തനങ്ങൾ ഏത് നിലയിൽ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാലേ മത്സരം എത്രത്തോളം ശക്തമാണെന്ന് പറയാൻ വേണ്ടി കഴിയും. മത്സരമില്ലാന്ന് നമ്മൾ പറയുന്നില്ല, മത്സരമുണ്ട്. അത് ശക്തമാണോ എന്നുള്ള വാക്ക് നമുക്ക് പൂരിപ്പിക്കണമെങ്കിൽ അല്പ ദിവസം കൂടെ കഴിയണം. ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല പ്രചരണമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 2 ഘട്ടങ്ങളിൽ ജനങ്ങളെ കണ്ടു കഴിഞ്ഞു. ഒന്ന്, സഖാവ് ബിനോയ് വിശ്വം നയിച്ച ജാഥ അവിടെ ഒരു സ്വീകരണം കൊടുത്തു. അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ. 2, മണ്ഡലം വികസന ജാഥ LDFൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ക്യാപ്റ്റനായിട്ട് നടത്തി. ആ ജാഥയിൽ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തിങ്ങിക്കൂടിയ ജനങ്ങൾ, അവരുടെ പ്രതികരണം, ഇത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം ഇന്നലകളിൽ അവർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്നുള്ള ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ അവരിൽ നല്ലവണ്ണം പ്രകടമാണ്. അതുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തൊക്കെയാണ് പ്രചരണത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഇപ്പോൾ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, അതിദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു. തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കിഫ്ബി പദ്ധതിയിലൂടെ ഏറ്റെടുത്ത പദ്ധതികൾ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേയുടെ വികസനം, അങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള പൊതു കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ഇത് അരുവിക്കര മണ്ഡലത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഗുണം കിട്ടിയത്? അരുവിക്കര മണ്ഡലത്തിൽ 1200 കോടിയിലേറെ രൂപ എല്ലാ മേഖലകളിലുമായി ഇതിനകം നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി കഴിയും. കുടിവെള്ള പദ്ധതികൾ, ജൽജീവൻ പദ്ധതി അടക്കം, റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ഇങ്ങനെ സമസ്ത മേഖല. പിന്നെ അരുവിക്കര മണ്ഡലം ഈ വനമേഖല കൂടെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടെ ട്രഞ്ച് കുഴിക്കുന്നതിന് വേണ്ടി, ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ ജനങ്ങളെ സ്പർശിക്കുന്ന എല്ലാ വിഷയങ്ങളുമായി നമുക്ക് അതിനോടൊപ്പം താതാമ്യം പ്രാപിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണുള്ളത്. പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രംഗത്തിറങ്ങുന്നത്. പൂർണ്ണമായ ആത്മവിശ്വാസം, ഒരു ലേശം പോലും ആത്മവിശ്വാസക്കേട് തോന്നേണ്ട കാര്യമില്ല. കാര്യം 5 വർഷം അവരോടൊപ്പം നിന്നു, അതവർ മറക്കില്ലെന്നാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ജനങ്ങൾ ഇനിയും ഒപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ജി സ്റ്റീഫൻ കളത്തിലിറങ്ങുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മാധുര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.